ഹലോ നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയല്ല, ചോക്കോസ് എല്ലാവരും കൊടുക്കാറുണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതുപോലെ ചോക്കോസും കോൺഫ്ലേക്സും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. മിക്കവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാനിത് പറയാം. ചോക്കോസിനെക്കാളും കോൺഫ്ലേക്സ് വളരെ നല്ലതാണ് കുട്ടികൾക്ക്. നമുക്കത് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം 2 ടിഫിൻ ബോക്സ് എടുക്കുന്നുണ്ട്. 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചോക്കോസ് 2 കളറിൽ കാണുന്നത് കേട്ടോ, വൈറ്റും അതുപോലെ ബ്ലാക്കും. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് രണ്ടിലും ഒപ്പം ഇടുന്നുണ്ട്. അതിനുശേഷം ചോക്കോസിൻ്റെ കവർ പൊടിച്ചും അതും ഒരേ അളവിൽ ഞാൻ ഇടുന്നുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയ ചാനലാണ്, സബ്സ്ക്രൈബേഴ്സ് 3-4 ആയിട്ടുള്ളൂ. ഒന്ന് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ചോക്കോസ് പൊട്ടിച്ച് അത് ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലേക്സൊക്കെ രാവിലത്തെ ഫുഡായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. രാവിലെ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്യാതെ കൊടുത്താൽ അത്രയും നല്ലത്. പക്ഷേ ഇവിടെ കുട്ടികൾ ഷുഗർ ചോദിക്കാറുണ്ട്. അതില്ലാതെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചോക്കോസും നമ്മൾ അതുപോലെ ഒരേ രീതിയിൽ 2 പേർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കണം. അതിനായിട്ട് പശുവും പാലാണ് ചേർക്കുന്നത്. അതിനായി ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പാൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ, വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതിനായി നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ആ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ചേർക്കാത്തതാണ് നല്ലത്. ഷുഗർ കൊടുക്കാതെ ശീലിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഷുഗർ വേണമെന്ന വാശിയായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുകയാണ്. ഈ ചോക്കോസിൽ നല്ല ഷുഗർ ഉണ്ട്. പിന്നെ മറ്റേ കോൺഫ്ലേക്സിലാണ് ഷുഗർ ഇല്ലാത്തത്. അപ്പോൾ ചെറിയൊരു മധുരത്തിനായി ഞാൻ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പാൽ കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ അളവിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റോളം ഇത് നമ്മൾ ഈ പാലിൽ കിടക്കണം. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരും. കോൺഫ്ലേക്സ് പെട്ടെന്ന് കുതിരും. പക്ഷേ ചോക്കോസ് അത്ര പെട്ടെന്ന് ഒരു 5 മിനിറ്റെങ്കിലും വെക്കാം കുറഞ്ഞത്, എങ്കിലും അത് കുതിർന്ന് വരൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. എന്നും കൊടുക്കരുത്, വല്ലപ്പോഴെങ്കിലും കൊടുക്കുക. കോൺഫ്ലേക്സ് കുഴപ്പമില്ല, ചോക്കോസ് എന്നും കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിലും വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ നമുക്കിത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ചെറിയ ചാനലാണ്. എനിക്ക് വീഡിയോ എങ്ങനെ എടുക്കണമെന്നോ, മൊബൈലിലാണ് എടുക്കുന്നത്, അപ്പോൾ എങ്ങനെ എടുക്കണമെന്നോ അതിൻ്റെയൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. പോരായ്മകളുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്, എനിക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ കമൻ്റ് ഇടണം. എന്തെങ്കിലും അഭിപ്രായം സജഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. അപ്പോൾ ഇതിങ്ങനെ പാലിൽ കിടന്നൊന്ന് കുതിരട്ടെ. കുട്ടികൾക്ക് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.